സംഗതി ഓൻ ജൻസനൊക്കെ തന്നെ. പക്ഷെ ഓനിക്ക് ഭ്രാന്താണ്. കുറേ കാലം ആൽബൈനി അതിൻ്റെ പിന്നെ ആലങ്ങനെ പോവുക. അത് കഴിഞ്ഞപ്പോൾ വണ്ടി ഭ്രാന്ത് ഇപ്പച്ചാണ്. അല്ലാണേര് മോളെ ഓൻ്റെ താത്ത ഇതുകൊണ്ട് പറയാം. ഓനിങ്ങനെ മാറിക്കൊണ്ടിക്കോ തടി കഴിച്ചിലാക്കി കള. അല്ലച്ച് ബേജാറാണ്ടട്ടാ, ഇനി സമയമുണ്ട്. ഇർഫോ മാമൻ പറഞ്ഞു ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിജി. ഇരിക്കി എന്തെന്നാ പേര്? അനിത. അനിത. ഓനോട് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കി ഉഷാറാവും മോനെ. സെലീന ഇങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞ കാര്യം ഓനോട് പറയണ്ട കേട്ടോ, ഭ്രാന്തന. കൊടുത്തില്ലേ? അല്ല നിങ്ങളിപ്പോ പള്ളിയിൽക്കാ പോണ്? പ്രായത്തിൻ്റെ പക്വത നീ കാണിക്കണം. ആ ചെക്കന് നിന്നോട് പ്രേമൊന്നുമില്ല. അവരുടെ മതത്തിലെ ആളെ കൂട്ടണം. അതിന് നമ്മുടെ മതത്തിലെ താഴ്ന്ന ജാതിക്കാരാണ് ആവശ്യം. അതിനവർക്ക് വിദേശത്ത് നിന്ന് ഫണ്ടും വരുന്നുണ്ട്. ഗണേഷ് പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? നീ ഞങ്ങളുടെ കൂടെ വാ. നിന്റെ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. എന്ത് തീരുമാനം? നിന്റെ തരത്തിനും പ്രായത്തിനും പറ്റിയ ഒരാളെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന്. ഓ, അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ഒരാളെ ഏട്ടൻ കണ്ടുവച്ചിക്കണല്ലേ? ഞാനും കുറെ ആൾക്കാരെ കണ്ടതാ. അവർക്കൊക്കെ ആവശ്യം മറ്റു ചിലതാ. അങ്ങനെയല്ലാത്ത ഒരാൾ കണ്ടത് ഇർഫാനില്ല. ഞാൻ ഇർഫാനെ വിട്ടിട്ട് വരില്ല. ഞാൻ ഓന്റെ കൂടെ തന്നെ ജീവിക്കും. ഇത്രയും കാലം ഏട്ടൻ തീരുമാനിച്ചില്ലേ? ഇതെന്റെ തീരുമാനം. എനിക്കിങ്ങനെ പെങ്ങളില്ല, നിന്റെ ബന്ധുല്ല. അവർക്ക് പോലീസ് കുറച്ചുകൂടെ ഒരത്തിലാക്കി കാര്യങ്ങളൊക്കെ ശരിയാക്കി നടക്കുതാനാ. മണിയറവാതിലെന്തിനപ്പോ പോലീസുകാരൻ പൊട്ടിയത്? നീ കിടന്ന് എന്തൊക്കെയാണ് ഒപ്പിക്കണാവും. നമ്മളിനിപ്പോ എന്താ ചെയ്യാ? എന്നോട് കൂടെ ഒന്നുമില്ല. ഞാൻ വെളോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നാ. മുട്ടുക്കിക്ക ഇങ്ങനെ രണ്ടാളും കടുമ്പെടുത്തൊന്നും ഒഴിവാക്കണം. അന്നവൻ തന്നെ കിട്ടൂ. വെച്ചിനോട് പലരും കാര്യങ്ങൾ പറയുന്നുണ്ട്. മൂപ്പര് സമ്മതിക്കോ? ചെന്നും മുണ്ടാണ്ട് നിക്കർഫോ. ചെന്തിട്ടാ പറയണത്? എൻ്റെ കയ്യിൽ എന്തുണ്ട്? അനക്ക് ഉപ്പാനോട് കാക്കാനോട് എതിർക്കാനുള്ള ഉസിരുണ്ട. അവിടിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കും. അല്ല പിന്നെ എന്നിട്ടത് ചിലപ്പോ ഒന്നും അത് മാറേണ്ടി വരും. കുഴപ്പമില്ലല്ലോ? ഉണ്ടാ പള്ളി കഴിഞ്ഞ് ഇവിടെ എത്തണ വരെ ബാപ്പാനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കണം. മൂപ്പർക്കെല്ലാം മനസ്സിലായിട്ടുമുണ്ട്. ഞമ്മളൊപ്പം ഞാൻ കൊടുക്കാം. എന്നാ ഉമ്മച്ചിയാ, എന്താ എന്നോട് പറയാനുണ്ടെന്ന്? ഉമ്മച്ചിന്റെ കുട്ടി മാമൻ പറയണ പോലെ കേക്ക്. എനിക്കൊരു പേടിയും പേടിക്കണ്ട. പാപ്പ എല്ലാം സമ്മതിച്ചേക്കണേ. കേക്കണ്ട.
ആമോ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് ധാരണയിലെത്തിയിട്ടുണ്ട്. ഓളെ എനക്ക് കെട്ടിച്ചു തരും. മറ്റോട്ടിട്ട് പോരെ. ഇജൊന്നുണ്ടത് അല്ല മാപ്പ അനിതെന്തി ഓളോട് കാര്യങ്ങളൊക്കെ കേട്ടി പറയും. മോനെ ഇപ്പം നമ്മളോളെ പുറത്തൊരു സ്ഥലത്ത് കൊണ്ടാക്കണ ബുദ്ധിയല്ല. അവിടെ ഓളെ ആൾക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കും. നമുക്കോളെ റെസ്ക്യൂ ഹോമിലാക്കാം. അവിടെ ആകുമ്പോൾ പോലീസുകാരൊരു നോട്ടം ഉണ്ടാകും. പക്ഷെ അനിത പോലീസുകാരോട് പറയണം, ഞാൻ വീട്ടിൽ പോവില്ല, റെസ്ക്യൂ ഹോമിലേക്കേ പോകുന്നു. നാളെ ഇപ്പം ഞായറാഴ്ചയല്ലേ, തിങ്കളാഴ്ച നമുക്ക് കാര്യങ്ങളൊക്കെ അവിടെ തീരുമാനിക്കാം. ഇനിയൊരു തീരുമാനം പറയണ്ട ഇജ്ജാ. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അനിതേനെ പറയല്ലേ പറയല്ലേ. അതൊക്കെ മാമന് വിശ്വാസമില്ല. വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല മാമ. ഇനിയിപ്പോൾ പോലീസുകാർ ഒന്നുമില്ല. നീ അവളോട് കാര്യം പറയും, നീ അവളോട് കാര്യം പറയും. കേട്ടി? ഈ പോയിക്കോ. ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ടല്ല. ശരിയോ? അല്ലേ നീ റെസ്ക്യൂമിൽ പോണല്ലേ നല്ലത് അല്ലേ? അതാകുമ്പോൾ സേഫ് ആയിരിക്കുമല്ലോ. നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയും ഇർഫാനെ. അവൾക്ക് പറ്റൂടോ? ഞാനില്ലേ? ഇങ്ങോട്ടോക്ക്. നീ ഇപ്പോൾ ഒരക്കെ എന്നെ തീർത്താലും ഞാൻ വരും. അബു കാര്യമൊക്കെ പറഞ്ഞില്ലേ? എൻ്റെ ഉമ്മക്കാരെയാണ് എൻ്റെ കാര്യം പറഞ്ഞിട്ട്. ഞാനും സെലീനും പോവാണ്. ഇജ്ജ് കലീലിനോട് ബാ, ബാക്കിയൊക്കെ പെരേ പോയി പറയാം. പോകണ്ടല്ലേ? പോകണ്ട, ഞാൻ വാപ്പാനോട് പറയാം. എല്ലാം ശരിയാവും.